ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. DA സന്ദേശ വിവാദങ്ങൾക്കിടെ ഉമ്മൻചാണ്ടി പിണറായി വിജയൻ സർക്കാരുകളെ താരതമ്യം ചെയ്ത പത്രങ്ങളിലെ PRD പരസ്യം. കേരളം അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ മാത്രം ചൂണ്ടിക്കാട്ടിയാണ് ഒന്നാം പേജിലെ പരസ്യം. ഇപ്പോൾ ഞാൻ വായിച്ചത് ഇടതുപക്ഷ സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് ഉൾപേജിലെ പരസ്യം. ഒരേ ലേഔട്ട്. ദേശാഭിമാനിക്ക് പുറമെ മാധ്യമവും ദ ഹിന്ദുവും അടക്കമുള്ള ദേശീയ പ്രാദേശിക പത്രങ്ങൾ പരസ്യം നൽകിയിട്ടുണ്ട്. റാഹിസ് റഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റാഹിസ് റഷീദ്, ഞാൻ ആ പത്രം ഒന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു. ആദ്യത്തെ പേജ്, രണ്ടാമത്തെ പേജും. പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്നൊരു ടെൻഷൻ വരും. 10 വർഷത്തിന് മുമ്പുള്ള കാര്യങ്ങൾ എന്ന മട്ടിൽ അവതരിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ അതൊട്ടും ആശ്വാസം പകരുന്ന കാര്യമല്ല എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ ആ ഐഡിയ കൊള്ളാം. അത് പെട്ടെന്ന് ആളുകളിലേക്ക് ചില മെസ്സേജുകൾ എത്തിക്കും. ഹിന്ദുവും മാധ്യമവും ദേശാഭിമാനിയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു നല്ല തുക ചെലവായി കാണുമല്ലോ അല്ലേ റഹീസ് റഷീദ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഞാൻ മനസ്സിലാക്കുന്നത് മനോരമ, മാതൃഭൂമി, ചന്ദ്രിക, വീക്ഷണം, ഒപ്പം BJPയുടെ ജനയുഗം അല്ല ജന്മഭൂമി, ഈ പത്രങ്ങൾ ഒഴികെയുള്ള എല്ലാ പത്രത്തിനും പരസ്യമുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോൾ കേരള കൗമുദി കുറച്ച് സമയം മുമ്പ് നോക്കിയപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജും ഈ ദേശാഭിമാനിയിലും മാധ്യമത്തിലും ഹിന്ദുവിലും ഉള്ളതുപോലെ തന്നെയാണ്. ഒപ്പം ജനയുഗത്തിൽ നോക്കിയപ്പോഴും അങ്ങനെയാണ്. അത്രയും പത്രമാണ് ഇന്ന് നമ്മൾ കണ്ടത്. സ്വാഭാവികമായും ബാക്കി എല്ലാ പത്രങ്ങളിലും ഉണ്ടാകും. ഇല്ലാത്ത പത്രങ്ങൾ നമ്മൾ നോക്കി, ആ പത്രങ്ങളിലൊന്നും ഇല്ലതാനും. അതിനൊരു രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായി തെലങ്കാന, കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന സർക്കാരിൻ്റെ പരസ്യം മനോരമയുടെയും മാതൃഭൂമിയുടെയും ഒന്നാം പേജിലുണ്ടായിരുന്നു. ആ പരസ്യത്തിൻ്റെ നിരക്ക് വെച്ച് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജും CPMൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന MV നികേഷ് കുമാറുമൊക്കെ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. മനോരമയ്ക്ക് ഏതാണ്ട് 2 കോടി രൂപയുടെ അടുത്ത് കൊടുക്കണം ഒരു ദിവസം, മാതൃഭൂമിക്ക് 1.5 കോടി രൂപ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ചതിൻ്റെ തൊട്ട് പിറ്റേ ദിവസമാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളിലെല്ലാം ഈ തരത്തിലുള്ള പരസ്യം. ഈ പരസ്യം ആധുനിക കാലത്ത് പലതരത്തിലുണ്ട്. അതാണ് ഇന്നത്തെ പത്രങ്ങളിലെ PRD പരസ്യം പറയുന്നത്. കാരണം അരുൺകുമാർ പറഞ്ഞതുപോലെ രാവിലെ പത്രം എടുക്കുന്ന ഒരാൾ ഒന്നാം പേജ് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് മറ്റു പത്രങ്ങളൊക്കെ വിട്ടു, ദേശാഭിമാനിയുടെ ഒന്നാം പേജ് നോക്കുമ്പം ഈ ലോഡ് ഷെഡിങ് എന്ന് കാണുമ്പം ഇത് സത്യമാണ് എന്ന് വിചാരിക്കും. ചിലരൊക്കെ ഒന്നാം പേജ് വായിച്ചിട്ട് പോകുന്ന ആളുകളാണ്, ഇത് വിശ്വസിച്ചിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഈ വാർത്തയൊക്കെ കാണേണ്ടി വരും. അത് അങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കാനും. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തൊക്കെ പരസ്യമാണ്, പരസ്യം ഏതാ വാർത്ത ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ?